السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمم بالخير والسعادة. ബഹുമാനമുള്ള ഫതുഹുൽ മുഈൻ അൽഫിയ സബഖിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഫതുഹുൽ മുഈനിന്റെ ക്ലാസിന്റെ ബാക്കി ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. തയമ്മുത്തിനെ കുറിച്ചായിരുന്നു നമ്മുടെ അവസാന ഭാഗത്തേക്ക് വന്നത്, വുളുവിന്റെ സുന്നത്തുകൾ കഴിഞ്ഞതിന് ശേഷം. അപ്പൊ തയമ്മം എന്നതിനെ കുറിച്ചും തയമ്മം എന്തിനു വേണ്ടിയൊക്കെ ചെയ്യാമെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു. അതായത് വെള്ളം ഇല്ലാത്തതിന് വേണ്ടി, അതുപോലെ തന്നെ അതിനുള്ള അന്വേഷണങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ചുറ്റുഭാഗങ്ങളിൽ നോക്കണം, സ്ഥലപരിധിയൊക്കെ നോക്കണം. ഏകദേശം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിന്റെ ഉള്ളിലൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ വുളു തയമ്മം ചെയ്ത് നിസ്കരിക്കാം. ഇനി ആ തയമ്മം ചെയ്തതിനു ശേഷം വെള്ളം കാണുകയാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല, നിസ്കാരം മടക്കേണ്ടതില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. രണ്ട് അശുദ്ധിക്ക് വേണ്ടിയിട്ടും തയമ്മം ചെയ്യാം എന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ കഠിനമായ ശക്തിയായ തണുപ്പ് വരികയാണെങ്കിൽ തയമ്മം ചെയ്യാം. ഇനി വെള്ളം ഉപയോഗിക്കാൻ പറ്റും, പക്ഷെ ഉപയോഗിക്കുമ്പോൾ അംഗത്തിന് വല്ല വൈകല്യങ്ങളും വരും, അല്ലെങ്കിൽ പാണ്ടുകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള അഭംഗി എന്തെങ്കിലും വന്നുപെടുമെന്നുള്ള ഭയപ്പെട്ടാലും ഒക്കെ തയമ്മം ചെയ്യാം എന്ന് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇനി ആ തയമ്മത്തിന്റെ ഫർളുകളെ കുറിച്ചാണ് മനസ്സിലാക്കാനുള്ളത്. ഫർളുകൾ, തയമ്മത്തിന്റെ ഫർളുകൾ, അവിടെയാണ് നമ്മൾ എത്തിപ്പെട്ടത്. അർക്കാനുഹു അവിടെയാണ്. തയമ്മത്തിന്റെ ഫർളുകൾ, അതിന്റെ ഫർളുകൾ എന്താണ്? ഒന്ന് നിയ്യത്താണ്. നിയ്യത്തിന് മുമ്പ് അഊദു ഓതണം, ബിസ്മി ഓതണം, പിന്നെ നിയ്യത്ത്. നിയ്യത്ത് വെക്കുന്ന സമയത്ത് അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്ത് ശരിയാവൂല. കാരണം അശുദ്ധി അവിടെ ഉയരുന്നില്ല. അല്ലെങ്കിൽ തയമ്മം എന്ന ഫർള് എന്ന് വെക്കലും സഹിയാവുകയില്ല. മറിച്ച് ഇസ്തിബാഹത്തു സ്വലാത്തി, നിസ്കാരം ഹലാലാവലിനെ കരുതി ഹലാലാവാൻ വേണ്ടി തയമ്മം ചെയ്യുന്നു, അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി തയമ്മം ചെയ്യുന്നു. അപ്പോ നിസ്കാരം എന്ന ഫർളാണ്. അപ്പൊ സുന്നത്ത് അതിന്റെ കൂടെ ചെയ്യാം. അപ്പൊ സുന്നത്തും ഫർളും ഒരുമിച്ച് കരുതിക്കൊണ്ട് തയമ്മം ചെയ്താലും സഹിഹാണ്. പക്ഷെ സുന്നത്തിനെ മാത്രം കരുതുമ്പോൾ ഫർള് എടുക്കാൻ പറ്റില്ല, ഫർള് മാത്രം കരുതിയാൽ സുന്നത്ത് എടുക്കാൻ പറ്റും. റഫഉൽ ഹദസ് എന്ന നിയ്യത്ത് കൊണ്ടുവരാൻ പാടില്ല. അതുപോലെ തന്നെ ഫർള് തയമ്മുമി എന്ന് വെക്കലും സഹിഹാവുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഷറഹിൽ വിശദീകരിച്ച് തരുന്നുണ്ട്. അപ്പൊ അർക്കാനുഹു തയമ്മത്തിന്റെ ഫർളുകള്: നിയ്യത്തു ഇസ്തിബാഹത്തി സ്വലാത്തിൽ മഫ്റൂദത്തി, ഫറലാക്കപ്പെട്ട നിസ്കാരത്തെ ഹലാലാവാൻ വേണ്ടി ഹലാലാക്കുന്നു എന്ന് കരുതലാണ്. അത് തന്നെ മഖ്റൂനത്തൻ ബി നഖലി തുറാബി, മണ്ണിനെ അടിച്ചെടുക്കുന്നതിനോട് അന്വരിക്കപ്പെട്ടതായ സ്ഥിതിയിൽ. അപ്പൊ മണ്ണിനെങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ആണ് നമ്മളിത് ഈ നിയ്യത്ത് വെക്കേണ്ടത്. അതായത് മുഖത്തിൽ നിന്നും ഒരു കുറച്ച് ഭാഗം കഴുകുന്നത് തടവുന്ന സമയത്തും എന്ത് വേണം? ഈ നിയ്യത്ത് അവിടെ നിലനിൽക്കണം എന്നതാണ്. അതിനെ അടിച്ചെടുക്കേണ്ടുന്ന വിധം എങ്ങനെയാണ് നമുക്കറിയാം. രണ്ട് കൈ കൊണ്ടുമാണ് അടിച്ചെടുക്കേണ്ടത്. ഇനിയിപ്പോ രണ്ട് കൈ ഇല്ലാത്ത ഒരാളെ നോക്കും, ഒരു കൈ ഉള്ളൂ, അപ്പൊ ഒരു കൈ കൊണ്ട് അടിച്ചെടുത്താലും ശരിയാവും. ഇനി ഒരാൾക്ക് രണ്ട് കൈ ഉണ്ട്, പക്ഷെ അയാൾ അടിച്ചെടുത്തത് ഒരു കൈ, ആ ഒരു കൈ കൊണ്ട് വലത്തെ കൈ കൊണ്ട് മുഖാണ് തടവി. അപ്പൊ പിന്നെ അവിടെ ഇടത്തെ കൈ ഉണ്ട്, ഈ ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈയും തടവിയാൽ സഹിഹാകുമോ? സഹിഹാകും. പിന്നെ ഒരു കടി അടിച്ചിട്ട് പിന്നെ ഇടത്തെ കൈയും തടവിയാൽ മതി, എന്നാലും സഹിഹാകുമെന്നാണ്. ഇനി ഇങ്ങനെയല്ല, ഒരാൾ ഒരു ഹിർക്ക, ഒരു ശീല കയ്യിൽ വെച്ചിട്ട് ആ ശീല കൊണ്ടങ്ങ് അടിച്ചു. ശീലന്റെ ഒരു ഭാഗം കൊണ്ട് മുഖം തടവി, ഒരു ഭാഗം കൊണ്ട് കൈയും തടവി, എന്നാലും സഹിഹാകും. ഇനി അടിച്ചെടുത്ത മണ്ണിന്റെ ബാക്കിയുള്ള മണ്ണ് അവിടെ ഉണ്ടെങ്കിൽ അത് മറ്റൊരു സമയത്ത് തയമ്മം ചെയ്യാൻ പറ്റുമോ? അത് തയമ്മം ചെയ്യാം, കുഴപ്പമില്ല. കാരണം നമ്മൾ നിയ്യത്ത് വെച്ചത് ഈ കയ്യിലുള്ള മണ്ണിലാണ്. അപ്പൊ അതിലാണ് ആ പൊടി, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ബാക്കിയുള്ളത് പിന്നെ ഉപയോഗിക്കാം. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ കുറച്ച് മണ്ണ് എന്തായിരിക്കണം, നമ്മൾ പൊടിച്ചിട്ടോ അടിച്ചിട്ടോ എടുത്തിട്ട് എന്തായിരിക്കണം ചെയ്യേണ്ടതുണ്ട്. ഇതിപ്പോ മണ്ണ് ഉണ്ടെങ്കിലാണ്. ഇനി മണ്ണ് കിട്ടാത്തൊരു സാഹചര്യം വന്നു, അങ്ങനെയും വരാലോ. തയമ്മം ചെയ്യണം, മണ്ണ് കിട്ടുന്നില്ല. മണ്ണ് കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം? അപ്പോൾ നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ നമ്മുടെ മദ്ഹബിലല്ല, മറ്റു മദ്ഹബിലൊക്കെ അനുവദനീയമാണ് മണ്ണല്ലാത്തത് കൊണ്ട് തയമ്മം ചെയ്യാം. അതായത് ഒരു ചുമരിന്റെ പുറത്തോ അല്ലെങ്കിൽ മരത്തിന്റെ പുറത്തോ ഒക്കെ ഒന്ന് അടിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ ഫ്ലൈറ്റിലോ മറ്റൊക്കെ പോകാണ്, ഒന്നുമില്ല, മണ്ണ് കിട്ടാലോ, വെള്ളം അവിടെ കിട്ടാറില്ല. അപ്പൊ എന്ത് ചെയ്യണം? നിസ്കാരം നമുക്ക് അപ്പൊ ഉപേക്ഷിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആ മുമ്പിലുള്ള ഡെസ്കിൽ മറ്റവരെ ഉറക്കം ഉണർത്താതെ പതുക്കെ അടിച്ചിട്ട് ചെയ്താലും സഹിഹാവും. ഇതേ മസല തന്നെ നമുക്ക് എവിടെയും ചെയ്യാം. ഇപ്പൊ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. ആ ഓതിക്കൊണ്ടിരിക്കുമ്പോ യഥാർത്ഥത്തില്
പിന്നെ സെഹ്വിന്റെ സുജൂദിന്റെ സ്ഥലം വന്നു. അതല്ലെങ്കിൽ ഖുർആൻ ഓതണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വുളൂ വേണം, അത് സുന്നത്താണ്. അല്ല പിന്നെ ഓതാൻ സുന്നത്ത്, അതുപോലെ തന്നെ തുടങ്ങി ഫർദ. അപ്പൊ അതില്ലാതെ വന്നാൽ വുളൂ ഖുർആനിനെ മാനിക്കുന്നു എന്ന നിരക്ക് നമുക്ക് ഇങ്ങനെ ഒരു തയമ്മം ചെയ്താലും അതുകൊണ്ട് സാധുവാകുന്നു. മറ്റു മദ്ഹബിൽ അനുവദനീയമായ ഒരു രീതിയാണ്, അത് നമുക്ക് ഇവിടേക്ക് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം, അതും കുഴപ്പമില്ല. അപ്പം നക്കല് തുറാബ് മണ്ണിനെ അടിച്ചെടുക്കുന്നതിലൂടെ അനുകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, മുഖത്തിന്റെ ഒരു ചെറിയ ഭാഗം തുടങ്ങുമ്പോഴെങ്കിലും ഏത് വേണം? ഈ വുളു, ഈ നിയ്യത്ത് അവിടെ നിലനിൽക്കണം. നക്കല് തുറാബ് പിന്നെന്താ വേണ്ടത്? അത് പിന്നെ മസുവജി മുഖം തടവുകയും, മസുവജിഹി പിന്നെ മുഖം തടവലാണ്. തുമ്മയദൈഹി പിന്നെ രണ്ട് കയ്യിനെ തടവലാണ്. ഇനി വലവ് തയക്കന മാവുൻ ആഖിറൽ വക്തി, വലവ് തയക്കന മാൻ അല്ലെങ്കിൽ വെള്ളത്തിന് ഉറപ്പായി, ആർക്ക്? തയമ്മം ചെയ്യുന്ന ആൾക്ക്, തയമ്മം ആർക്ക്? അല്ലെങ്കിൽ വലവ് തുയുക്കിന മാവുൻ വെള്ളത്തിന് ഉറപ്പാക്കപ്പെട്ടാൽ ആർക്ക്? അപ്പോഴും കിട്ടും. അങ്ങനെയാണ് മഫൂലാവും. ഇസ്മുഫായിലായിട്ട് വെച്ചാൽ, നായിഫായിലായിട്ട് വെച്ചാൽ അങ്ങനെയും പോവാം. അപ്പൊ ആഖിറൽ വക്തി സമയത്തിന്റെ അവസാനത്തില് വെള്ളം കിട്ടുമെന്ന് ഉറപ്പായാൽ ഫന്തിലാറുഹു അഫ്ളൽ, അപ്പൊ പിന്നെ ആ വെള്ളം ഒന്ന് പ്രതീക്ഷിച്ച് നിൽക്കല് അഫ്ളലാണ്, ശ്രേഷ്ഠതയുണ്ട്, അങ്ങനെ നിൽക്കലാണ്. വല്ല അങ്ങനെ ആഖിറൽ വക്തിന് കിട്ടൂല എങ്കിൽ ഫതാജീരുൻ തയമ്മുമിന് എന്ത് വേണം? തയമ്മത്തിന് എന്തായിരിക്കണം? അവന് ഉളരിക്കണം. അപ്പോ ഇവിടെ നമ്മൾ തയമ്മത്തിന്റെ കാര്യം പറഞ്ഞത്. ഇനി കുളിക്കേണ്ട ഒരാളാണെങ്കിലോ, കുളിക്കേണ്ട ഒരാളുടെയും മസല ഇത് തന്നെയാണ്. എന്ത് വേണം? അയാളും എന്ത് ചെയ്യണം? പിന്നെ ഈ വെള്ളം കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ കാത്തുക്കുക, അതല്ലെങ്കിൽ ഉളരിപ്പിക്കണം എന്നതാണ്. രണ്ടോടത്തും ഒരേ മസലയാണ്, മിൻഹാജിൽ വിശദീകരിക്കുന്നുണ്ട്. ഇനി വെള്ളം ഉപയോഗിക്കല് ഒരു അവയവത്തിൽ ഉപയോഗിക്കല് മുംതനിയായി. അപ്പൊ എന്ത് വേണം? ഒറ്റ അവയവത്തിലേ ഉള്ളൂ, അപ്പോ ഒരു തയമ്മം. രണ്ട് അവയവത്തിലാണ് ബുദ്ധിമുട്ടുകൾ, രണ്ട് തയമ്മം വേണം. ആകെ രണ്ടാവല്ലേ നമുക്ക് കൂടെ വരുള്ളൂ, അപ്പോ രണ്ട് തയമ്മം ചെയ്യേണ്ടി വരും. അപ്പൊ പിന്നെ ഇനി ഒരു സ്ഥലത്ത് പിന്നെ വെച്ച് കെട്ടിയിട്ടുണ്ട്, ജബാബിറത്തുണ്ട്, കയ്യിലോ കാലിലോ വെട്ടിയിട്ടുണ്ട്, അതിന് വേണ്ടിയാണ് തയമ്മം ചെയ്യണത്. പക്ഷെ അങ്ങനെയാണെങ്കിലും വെള്ളം കൊണ്ട് അതിന്റെ മുകളിൽ ഒന്ന് തടവില് നമുക്ക് വുജൂബാണ്, വെള്ളം കൊണ്ടൊന്ന് തടവേണ്ടതുണ്ട്. എന്നിട്ട് ശേഷം ആയിരിക്കണം തയമ്മം ചെയ്യേണ്ടത്. അത് തന്നെ എങ്ങനെ? ഇപ്പൊ നമ്മള് മുഖം തടവി, വലത്തെ കയ്യിനാണ് കേട് അയിമാണ് വെച്ചിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ വലത്തെ കയ്യ് പിന്നെ കെച്ച് കെട്ടിയതാണെങ്കിൽ അതിന്റെ മുകളിൽ വെള്ളം കൊണ്ടൊന്ന് തടവണം, എന്നിട്ട് അതൊന്ന് തോർത്തിയിട്ട് തയമ്മം ചെയ്യുക. തയമ്മം ചെയ്തതിനു ശേഷം സഹിഹായ ഈ ഇടത്തെ കൈ കഴുകണം, ബാക്കിയുള്ള അവയവങ്ങളും കഴുകണം. അങ്ങനെയാണ് വേണ്ടത്. എങ്ങനെ? വുളൂഇല് ആവുമ്പോൾ അങ്ങനെ, ചെറിയ അശുദ്ധി ആവുമ്പോൾ അങ്ങനെ, ഏത് അവയവത്തുമേയാണോ കേടുള്ള ആ കേടുള്ള സ്ഥലത്തെത്തുമ്പോഴാണ് നമ്മൾ തയമ്മം ചെയ്ത് പൂർത്തീകരിക്കേണ്ടത്. അതേസമയം കുളിയിൽ ജനാബത്തിന്റെ കുളിയാണോ അല്ലെങ്കിൽ മറ്റുള്ള ഫർദ് കുളിയാണെങ്കിൽ അവിടെ ഈ തർത്തീബില്ല, എങ്ങനെ ആയാലും മതി, അതിന് ശേഷം കൊണ്ടുവന്നാലും മതി, അല്ലെങ്കിൽ മുന്തി ചെയ്താലും കുഴപ്പമില്ല എന്ന മസലയാണ് ഇനി നമ്മൾ ഈ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോ വൈദംതന ഇസ്തിഅമാലുഹു വെള്ളത്തെ ഉപയോഗിക്കൽ വിലങ്ങപ്പെട്ടതായാൽ, അത് മുംതനി ആയാൽ, എവിടത്തിൽ ഫീ പിന്നെ ഒരു അംഗത്തില്, അപ്പൊ വജബ തയമ്മും തയമ്മം ചെയ്യൽ നിർബന്ധമാണ്. പിന്നെന്തും വസുരു സഹീഹൻ കേടില്ലാത്ത പിന്നെ അവയവത്തെ കഴുകുകയും വേണം. അപ്പൊ മസ്ഹു കുല്ലി സാത്തിരി മറ മുഴുവനും തടവിലും അവന്റെ മേൽ വുജൂബാണ്. അല്ലാറി ബുദ്ധിമുട്ടായിട്ടുണ്ട്, എന്ത് നസുഹു ആ സാത്തിറിനെ നീക്കല്, എന്തുകൊണ്ട് മസാജ് ചെയ്യണം? ബിമാഇൻ വെള്ളം കൊണ്ട് തടവുകയും വേണം. ഞാനിപ്പോ പറഞ്ഞ് വെള്ളം കൊണ്ട് തടവുമ്പോഴാണ്. വലാ തർത്തീബ ബൈനഹുമ, അപ്പൊ തയമ്മത്തിന്റെയും ഖസ്റു സഹീഹിന്റെയും പിന്നെ സാത്തിറിന്റെ മസഹ് ചെയ്യുന്നതിന്റെയും ഇടയിൽ എന്തില്ല? തർത്തീബ് വേണ്ട. ആർക്ക് തർത്തീബ് വേണ്ട? അല്ലെ ജുനുബിൻ ജനാബത്തുകാരനക്ക്. അപ്പൊ മുമ്പോ പിമ്പോ ചെയ്യുന്നതിനും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരവയവത്തിലാണ് ഇങ്ങനെ വന്നു. ഔ ഉളുവൈനി രണ്ടവയവത്തിലാണ്, രണ്ടും മോട്ടോർ സൈക്കിളിൽ പോയിട്ട് വീണ്ടെന്നൊക്കെ രണ്ട് കൈ ഓടിച്ചെടുക്കണു, അല്ലെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് വെട്ടിച്ചാടി വീണ് രണ്ട് കൈയും. ഞാനിപ്പോ അടുത്ത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ ചെല്ലുമ്പോ അങ്ങനെയാണ്, ഒരു ചെറിയ പുക്കാരന് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ചുമരില് താഴേക്ക് വീണു, ആ വീട്ടിന്റെ ആകെ അത്താണ് ഈ കുട്ടി, ആ കുട്ടിയുടെ രണ്ട് കൈയാ പൊട്ടിപ്പോയത്. മനസ്സിലായില്ലേ? അപ്പോഴും നിസ്കാരത്തിന്റെ മസല നമുക്ക് മനസ്സിലാക്കണല്ലോ, അതാ പറഞ്ഞത്. അള്ളാഹു ആഫത്തിൽ നമ്മളെല്ലാവരും രക്ഷപ്പെടുത്തുമാറാവട്ടെ, നമ്മുടെ മക്കളെ നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. അപ്പോ തയമ്മുമാന്, അപ്പൊ രണ്ട് തയമ്മുമാണ് വേണ്ടത്. ഇനി ഒരു തയമ്മം ചെയ്താൽ എത്ര ഫർദ് നിസ്കരിക്കാം? ഒരു തയമ്മം ചെയ്താൽ ഒരു വട്ടം കൈ കഴുകിയാല് പലതും കഴിക്കാലോ, ബിരിയാണിയും കഴിക്കാം, ഫ്രൂട്ടും കഴിക്കാം, കാഫിയും കുടിക്കാം, ഒക്കെ കുടിച്ചാൽ അല്ലെ, എല്ലാത്തിനും കുഴപ്പമില്ല. എന്നാൽ ഒരു തയമ്മം ചെയ്താലോ, ഒരു തയമ്മം കൊണ്ട് എത്ര ഫർദ് നിസ്കരിക്കാം? വലായുസല്ലി ബിഹി ആ തയമ്മം കൊണ്ട് നിസ്കരിക്കൽ അനുവദനീയമാവുകയില്ല, ഇല്ലാ ഫർദും വാഹിദ ഒറ്റ ഫർദല്ലാതെ നിസ്കരിക്കാൻ പാടില്ല. വലൗ നസ്റൻ അത് നേർച്ചയാക്കപ്പെട്ടതാണെങ്കിലും ശരി,
വസ്വഹ ജനായിസു മഅ ഫർദൻ, ഫർദോട് കൂടെ കുറെ ജമാഅത്ത് കുറെ പിന്നെ ജനായിസ് മയ്യിത്ത് നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഫർദും സുന്നത്തും നിസ്കരിക്കാം. ഇത് ഫർദ് ഒന്ന് മാത്രമേ പറ്റുള്ളൂ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് നവാഖിലാണ്. വുളൂന നവാഖിൽ വേറെ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. പടച്ച റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.